അദാനി ബിസിനസ്സിലേക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 39,000 കോടി ഇൻവെസ്റ്റ്മെന്റോ ആരുടെയും കണ്ണ് തള്ളി പോകുന്ന വാർത്തയാണ് ഇത്. എന്താണ് കാരണം? ഈ അദാനി അദ്ദേഹത്തിന്റെ ബിസിനസ് ആരംഭിക്കുന്നത് 1988-ലാണ്. 88-ൽ വളരെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങിയ ആള്. അദ്ദേഹത്തിന്റെ വളർച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വളർച്ചയോട് ചേർന്നാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രധാനമന്ത്രി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിലാണ് ഒരു കുതിപ്പായിരുന്നു അദാനിയുടെ ബിസിനസ് ജീവിതത്തില്. ആ കുതിപ്പ് ഇപ്പോൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ കാലഘട്ടത്തില് അദാനിയുടെ കുതിപ്പ് എവിടെ എത്തി നിൽക്കുന്നു? വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ. ഒരുപക്ഷെ ഇന്ത്യയിലെ 3 വശത്തും കടലിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ പോർട്ടുകൾ അദാനിയുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ. അത് മാത്രവുമല്ല, ഈ അടുത്തിടെ പുറത്തു വന്ന ഏറ്റവും ധനികരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 2ാമത്തെ ധനികനാണ് അദാനി. 1ാമത്തെ ധനികൻ മുകേഷ് അംബാനിയും. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 1863 ഇവിടെ ഒരു വ്യവസായ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചതാണ് ജാംഷഡ്ജി ടാറ്റ. അദ്ദേഹത്തിന്റെ വളർച്ച അത് വളരെ വേഗത്തിൽ വളരാമായിരുന്നു. അദ്ദേഹം കുസ്ലിത മാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ വലിയ തോതില് ലാഭം കൊയ്തെടുക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയും അതുപോലെ തന്നെ ആഗോള തലത്തിൽ തന്നെ ബിൽ ഗേറ്റ്സിനെയോ ഒക്കെ പോലെ വലിയ പണക്കാരനും ആയി മാറുമായിരുന്നു. പക്ഷെ ജാംഷഡ്ജി ടാറ്റ സ്വന്തം വ്യവസായം സ്വന്തം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമാകത്തക്ക രീതിയിലാണ് മുൻപോട്ട് കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്തവർ ഇപ്പോൾ ജോലി ചെയ്യുന്നവരുമായ തൊഴിലാളികളോട് ചോദിച്ചാൽ അവര് പറയും എത്ര സഹോദരന്മാരെ പോലെയാണ് ആ ടാറ്റയുടെ മേലധികാരികൾ വർക്കേഴ്സിനോട്, തൊഴിലാളികളോട് പെരുമാറുന്നത് എന്ന്. ജാംഷഡ്ജി ടാറ്റയുടെ അവസാന വിൽപത്രത്തിൽ പോലും തൻ്റെ വ്യവസായ സാമ്രാജ്യത്തിൽ തൊഴിൽ ചെയ്യുന്ന ഓരോരുത്തർക്കും കൊടുക്കേണ്ട തുകയെ പറ്റി, അതായത് എങ്ങനെയാണ് അവർക്കൊക്കെ അവരുടെ വിഹിതം കൊടുക്കേണ്ടത് എന്ന് എഴുതി വെച്ച വിൽപത്രമാണ് അദ്ദേഹത്തിൻ്റെത്. അങ്ങനെയുള്ള ഒരു ബിസിനസ് മഹാത്മാവിന്റെ നാട്ടിൽ തന്നെയാണ് അദാനിയെ പോലുള്ള ഒരു ബിസിനസ്സുകാരനും ഉയർത്തെഴുന്നേറ്റു എന്നല്ല, പതുക്കെ പിച്ച വെച്ച് നടക്കേണ്ട കാലത്താണ് ഇങ്ങനെ വ്യവസായ കൊടുമുടി കയറിയിരിക്കുന്നത്. 2ാമത്തെ ഏറ്റവും വലിയ ധനികനായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ചാർത്തപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ് കാലാകാലങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് 2023 ഹിൻഡൻബർഗ് റിപ്പോർട്ടില് ആ ബിസിനസിന്റെ അധപ്പതനത്തെ പറ്റി, അതിന്റെ അപകട സാധ്യതകളെ പറ്റിയൊക്കെ സൂചനകൾ ഉണ്ടായിരുന്നു. അവസാനം ഹിൻഡൻബർഗ് പൂട്ടിപ്പോകേണ്ടി വന്നു. പക്ഷെ അദാനിക്ക് ഒന്നും സംഭവിച്ചില്ല. കാരണം അദാനിയെ സപ്പോർട്ട് ചെയ്യാൻ 2023 ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെയുള്ള ഒരു വലിയ രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ സഹായിക്കാനുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഒരു ബിസിനസ് സമ്രാട്ടിന് സംഭവിക്കുക? അങ്ങനെ ഉള്ള അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തോമസ് പിക്കറ്റി, അതായത് ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് തോമസ് പിക്കറ്റി. അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ച്വറി. തോമസ് പിക്കറ്റിയെ പറ്റി പറയുമ്പോൾ ഇതാണ് ആള് തോമസ് പിക്കറ്റി. ഇത് അദ്ദേഹത്തിന്റെ ഇനിക്വാളിറ്റിയെ പറ്റിയുള്ള പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇക്വാളിറ്റി ബൈ തോമസ് പിക്കറ്റി. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതായത് അദ്ദേഹം ഇന്ത്യയിലെ
ഇനീക്വാളിറ്റിയെ പറ്റിയും ഇക്വാളിറ്റിയെ പറ്റിയും 1921 മുതൽ 2021 വരെയുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഈ പുസ്തകം മുഴുവൻ അതല്ല, ഈ പുസ്തകത്തിൽ അത് ഉണ്ടെന്നേ ഉള്ളൂ. ആ പഠനത്തിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ അസമത്വം ഏറ്റവും ഉച്ചസ്ഥായിയിലായ കാലഘട്ടമാണ് 2014-നും 2021-നും ഇടയ്ക്കുള്ള കാലഘട്ടം എന്നാണ്. പക്ഷെ നമ്മൾ ഏത് ന്യൂസ് പേപ്പർ തുറന്നാലും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പൂർണ്ണ ഛായാചിത്രവും കാണിച്ച് അദ്ദേഹം ഇന്ത്യയെ സമത്വസുന്ദരമായ വികസിത് ഭാരതാക്കി മാറ്റുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്, ഉണർത്തുപാട്ടുകളാണ് നാം എല്ലാ പത്രങ്ങളിലും കാണുന്നത്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് പത്രം എടുത്താലും കാണുന്നത്. അതുപോലെ തന്നെ ചാനലുകളില് എത്ര മഹത്തരമായ രീതിയിലാണ് അദ്ദേഹത്തെ പ്രകീർത്തിച്ചു കൊണ്ടുവരുന്നത്. ആ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ അസമത്വം ഏറ്റവും ഉയർന്നത് എന്നാണ് തോമസ് പിക്കറ്റി ഇന്ത്യയെ പറ്റി ആധികാരികമായി സർവേകളുടെ സഹായത്തോടെ പഠിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതായത് ഈ അസമത്വം എങ്ങനെ കൂടുന്നു, എങ്ങനെ കുറയുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള അത് പോകട്ടെ, ഓക്സ്ഫാം സ്റ്റഡി, കഴിഞ്ഞ വർഷം വന്ന ഓക്സ്ഫാം സ്റ്റഡി അത് പറയുന്നുണ്ട്. ഓക്സ്ഫാം ഒരു ഇന്റർനാഷണൽ NGO ആണ്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ സ്റ്റഡി അതൊക്കെ വളരെ ആധികാരിക സ്റ്റഡികളാണ്. അതുപോലെ തന്നെ പ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി, ഇങ്ങനെയുള്ള സ്റ്റഡികളൊക്കെ കാണിക്കുന്നത് ഇന്ത്യയിൽ അസമത്വം വളരെ വർദ്ധിക്കുന്നു എന്നുള്ളതും അതുപോലെ താഴെ തട്ടിലുള്ള ജനതയുടെ ജീവിതം ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ അദാനി സാമ്രാജ്യത്തിന് വേണ്ടി LICയുടെ 39,000 കോടി ഇൻവെസ്റ്റ് ചെയ്യുവാൻ പ്രധാനമന്ത്രിയും അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും പ്രധാനമന്ത്രിയെയും കൂട്ടരും പ്രേരിപ്പിക്കുന്നു. ഫിനാൻസ് മിനിസ്റ്റർ അടക്കമുള്ളവർ, നീതി ആയോഗ് അടക്കമുള്ളവർ പ്രേരിപ്പിക്കുന്നു. ഈ പ്രേരിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അദാനി ഒരു ഡെറ്റ് ട്രാപ്പിലേക്ക് പോകുന്നു എന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഇന്റർഫിയറൻസിന് കളമൊരുക്കിയത്. അങ്ങനെ അദാനിയെ രക്ഷിച്ചെടുത്ത ആ കഥയാണ് ഇന്ന് നമുക്ക് ഒന്ന് നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അതായത് വാഷിംഗ്ടൺ പോസ്റ്റ് ഈ കാര്യം വളരെ ഗൗരവതരമായിട്ട് എടുത്ത് ചർച്ച ചെയ്യുകയുണ്ടായി. എന്താണ് ഈ LICയുടെ പണം അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു 39,000 കോടി എന്നുള്ളത് എന്തുകൊണ്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഗൗരവത്തോടെ ചർച്ചയ്ക്കെടുത്തത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 30 കോടി ഇന്ത്യക്കാരുടെ ഇൻഷുറൻസ് പോളിസീസ് കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. അതായത് സർവ്വസാധാരണക്കാരായ മനുഷ്യരുടെ അവരുടെ ചോര നീരാക്കിയതിൽ നിന്ന് മാറ്റിവെക്കുന്ന പണമാണ് ലൈഫ് ഇൻഷുറൻസിലേക്ക് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പണം വലിയ റിസ്ക് ഉള്ള ഒരു കമ്പനി, അതായത് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഏത് സ്വകാര്യ ഏത് കമ്പനിയിലും റിസ്ക് ഉണ്ട്. അത് ഗവൺമെന്റ് ഓൺഡ് കമ്പനി ആണെങ്കിലും സ്വകാര്യ കമ്പനി ആണെങ്കിലും. പക്ഷെ ഗവൺമെന്റ് ഓൺഡ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ അത് റിസ്ക് ഉണ്ട്, അത് പൊട്ടിപ്പോവും എന്നൊക്കെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ, പൊളിഞ്ഞു പോകും എന്നൊരവസ്ഥ വരികയാണെങ്കിൽ അപ്പോൾ ഗവൺമെന്റ് മറ്റ് മേഖലകളിൽ നിന്ന് റവന്യൂ റിസോഴ്സസ് ഇങ്ങോട്ട് ചാനൽ ചെയ്ത് അതിനെ പിടിച്ച് നിർത്താൻ ഒക്കും, രക്ഷിക്കാൻ ഒക്കും. മറിച്ച് ഒരു സ്വകാര്യ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് 30 കോടി ജനങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് ഇൻഷുർ ചെയ്തിട്ടുള്ള ആ ഫണ്ട്, അതിൽ നിന്ന് 39,000 കോടി ഈ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റിന് മാറ്റാൻ ഉള്ള തീരുമാനം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അപ്പൊ ആരെയാണ് ഈ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നത്? അദാനിയെയാണോ ഈ നാട്ടിലെ സാധാരണക്കാരായ പട്ടിണി പാവങ്ങളെയാണോ? ഈ സംശയം ആർക്കും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ആണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റ് ഇത് വളരെ സീരിയസ് ആയിട്ട്
വളരെ ദൈർഘ്യമേറിയ ഒരു ടോപ്പിക് ആയിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്ത് വാഷിംഗ്ടൺ പോസ്റ്റില് ഒക്ടോബർ 25-26 ദിവസങ്ങളിലൊക്കെ വന്നത്. അപ്പൊ ആ ഗൗരവം കണക്കിലെടുത്ത് ഒരുപാട് പേര് അതേപറ്റി കമന്റും ചെയ്യുന്നുണ്ട്. പത്രത്തിൽ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ യൂട്യൂബ് വഴി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അത് പബ്ലിക് മണിയാണ്, പൊതുജനത്തിന്റെ പണമാണ്. ഗവൺമെന്റിലേക്ക് നമ്മൾ നികുതി കൊടുക്കുന്ന പണം എടുത്ത് ഗവൺമെന്റ് അനാവശ്യ ചെലവുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ധൂർത്താണ്, വകമാറ്റലാണ്. LICയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഷുർ ചെയ്തിരിക്കുന്ന ജനങ്ങളുടെ പണം എടുത്ത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് LICയുടെ സാധ്യതകൾ, അതിന് ലാഭമുണ്ടാക്കുകയാണെങ്കിൽ ഈ പോളിസി ഹോൾഡേഴ്സിന് ലാഭവിഹിതമായിട്ട് അവരുടെ വരുമാനം വർദ്ധിക്കും. അപ്പൊ അങ്ങനെ കിട്ടേണ്ട സ്ഥാനത്താണ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കമ്പനിയില് LICയുടെ ഫണ്ട് കൊണ്ടുപോയി ലംസമായിട്ട് നോർക്കണം. 39,000 കോടി എന്നാണ് പറയുന്നത്. അത്രയും ഫണ്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാല് ഒരുപക്ഷെ ആ സ്വകാര്യ കമ്പനി ഉയർത്തെഴുന്നേറ്റേക്കാം, രക്ഷപ്പെട്ടേക്കാം. പക്ഷെ ആ രക്ഷപ്പെടൽ എന്നേക്കുമുള്ള ഒരു രക്ഷപ്പെടലല്ല. ഒരുപക്ഷെ ഈ 39,000 കോടി തിരിച്ചു കൊടുക്കാനാകാത്ത പരുവത്തിലേക്ക് വീണ്ടും അത് അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ നഷ്ടങ്ങളിലേക്കും കൂപ്പുകുത്തിപ്പോയി എന്ന് വരാം. അതൊക്കെ കണക്കിലെടുത്ത് ഒരു കാരണവശാലും ഒരു ഗവൺമെന്റ്, അതും വികസിത് ഭാരത് എന്ന് എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്യരുതാത്ത ഒരു തെറ്റാണ്, ഒരു വലിയ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇത്തരം ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നടന്നത് എന്നതാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. അതായത് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, ഞങ്ങൾ നിരപരാധികളാണ്, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അദാനി പറയുന്നു, അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ ക്ലെയിം ചെയ്യുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? കൃത്യമായിട്ട് മെയ് 25, മെയ്, അതായത് ഈ 2025 മെയ്, യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രി, ഇറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് അഥവാ DFS, അതായത് യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രിയും അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസും LICയും ഇന്ത്യയിലെ പോളിസി തിങ്ക് ടാങ്ക് എന്ന് അവകാശപ്പെടുന്ന നീതി ആയോഗും ഇവരെല്ലാവരും കൂടിയാണ് ഈ 39,000 കോടി എങ്ങോട്ട് ഫണൽ ചെയ്യുന്നത്? LICയിൽ നിന്ന് അദാനിയുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അപ്പൊ ഈ ഫണ്ട് ഉപയോഗിച്ച് തന്നെ അദാനി ഒരു ബോണ്ട് ഇഷ്യൂ നടത്തുന്നു. $585 മില്യൺ വർത്ത് ബോണ്ട് ഇഷ്യൂ ആണ് ഈ LICയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ഫണ്ട് ഉപയോഗിച്ച് അദാനി നടത്തുന്നത്. അങ്ങനെ അദാനിയുടെ ബുദ്ധിമുട്ടിൽ നിന്ന്, അതായത് ഡെറ്റ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു. അത് മാത്രവുമല്ല, പെട്ടെന്ന് ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് അദാനി ഗ്രൂപ്പിലേക്ക് വരുമ്പോഴേക്ക് അദാനി ഗ്രൂപ്പ് ഓഹരി വിപണി അങ്ങനെയാണ്, എത്ര താഴ്ന്നു നിൽക്കുമ്പോഴും പെട്ടെന്ന് ഒരു ഉണർവുണ്ടായാൽ, പെട്ടെന്ന് ഇൻവെസ്റ്റ്മെന്റ് വന്നാല് അത് കാളക്കൂറ്റനിലേക്കുള്ള ഒരു കടന്നുപോക്കാണ്. എന്ന് വെച്ചാൽ അതോടുകൂടി ആ കമ്പനി, അതായത് കരടിയുടെ പിടിയിൽ നിന്ന് കാളയുടെ പുഷിലേക്ക് മാറ്റപ്പെടും. അങ്ങനെ മാറുമ്പോൾ എന്താണ് സംഭവിക്കുക? അത് ഒരു ലാഭമുള്ള കമ്പനിയായിട്ട് പതുക്കെ പിടിച്ചു മാറാനായിട്ട്, അതായത് ആ വില ഉയരുന്നുണ്ട്, അദാനിയുടെ വില താഴ്ന്നു പോയി, ഇനി ആരും ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിറ്റ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് LICയുടെ 39,000 കോടി ഒറ്റ അടിക്ക് അദാനി ഗ്രൂപ്പിലേക്ക് എത്തുന്നത്. അതോടെ അദാനി ഗ്രൂപ്പിന്റെ നല്ല കാലം തെളിയുന്നു. അദാനി ഗ്രൂപ്പിന്റെ വിലകൾ ഉയരാൻ തുടങ്ങുന്നു, ഷെയർ വിലകൾ ഉയരാൻ തുടങ്ങുന്നു. അങ്ങനെ ഷെയർ പെട്ടെന്ന് ഒരു കുതിച്ചുചാട്ടമാണ് ഉണ്ടാകുന്നത്. അതായത് ബെയറിഷ് ആയിരുന്ന വിപണി പെട്ടെന്ന് ബുള്ളിഷായി മാറുകയാണ്. അങ്ങനെ ബുള്ളിഷായി മാറി കഴിയുമ്പോഴേക്കും സാധാരണ എല്ലാവർക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇപ്പൊ നമുക്കറിയാം ആഗോളതലത്തിലൊരു വ്യാപാര സ്ലോ ഡൗൺ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപിന്റെ വ്യാപാര യുദ്ധം മൂലം ഓഹരി വിപണി എപ്പോഴും കയറ്റിറക്കത്തിന്റെ ഇതിലാണ്, പ്രശ്നങ്ങളിലാണ്. അങ്ങനെ ഇരിക്കുന്ന ഓഹരി വിപണിയിലേക്കാണ് 39,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പെട്ടെന്ന്, അതായത് ട്രംപ്
ജനുവരിയിൽ വരുന്ന ഭരണത്തില് ആ ട്രംപ് വന്ന് ജനുവരി 20 പിന്നെ ഇത് ഏറ്റ അപ്പോൾ തന്നെ ഒരു വ്യാപാര യുദ്ധത്തിന്റെ മിന്നലാട്ടം തുടങ്ങി. അത് പിന്നെ കൂടി 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 വരികയാണ്. മെയ് മാസത്തിലാണ് ഈ LICയുടെ ഇൻവെസ്റ്റ്മെന്റ് അദാനിയുടെ ഗ്രൂപ്പിലേക്ക് ചെല്ലുന്നത്. അപ്പൊ മെയ്യിലും ഈ വ്യാപാര യുദ്ധമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റില് വലിയ അസന്നിഗ്ധാവസ്ഥ, അതായത് അൺസർട്ടനിറ്റി നിലനിൽക്കുകയാണ്. ആ അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെല്ലുന്നത്. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെന്നതോടെ അദാനി ഗ്രൂപ്പിന്റെ ഷെയറുകൾ പൊങ്ങാൻ തുടങ്ങി, പെട്ടെന്ന് പൊങ്ങാൻ തുടങ്ങി. അതായത് ഒരു കാളക്കൂറ്റൻ എന്ന് നമ്മൾ, കരടിയും കാളയും, അതാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കുന്ന രണ്ട് ജയൻസ്. അപ്പൊ അതിൽ ഈ കാളക്കൂറ്റന്റെ കളിയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തൽക്കാലം അദാനി രക്ഷപ്പെട്ടു. അപ്പൊ ഇനി എന്തിനാ പേടിക്കുന്നേ എന്നൊരു ചോദ്യം വരാം. പക്ഷെ ഇതുപോലെ ഇനിയും ബെയറിഷ് ആകാനുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് അതിന്റെ കാരണങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റ് തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് പെട്ടെന്നുണ്ടായ അപകടം, അതായത് അദാനിക്ക് സംഭവിച്ച അപകടം എന്ന് പറയുന്നത് പോയ വർഷത്തെ താരതമ്യം ചെയ്യുമ്പോൾ അദാനിയുടെ കടത്തിൽ 20% വർധനവാണ് 2025 രേഖപ്പെടുത്തപ്പെട്ടത്. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ പിന്നെ അദാനി ഷെയറുകളെല്ലാം താഴോട്ട് പോകാനുള്ള കാരണമുണ്ടായത്. ആ കാരണം, അങ്ങനെ അദാനി ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അപകട കെണിയില്, അതായത് കരടിയുടെ പിടിയിൽപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് LICയിൽ നിന്നുള്ള ഈ 39,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് ചെല്ലുന്നത്. അതോടെ കരടിയുടെ പിടിയിൽ നിന്ന് കാളക്കൂറ്റന്റെ പിടിയിലേക്ക് അദാനിയുടെ ഷെയറുകൾ എത്തുന്നു. അവിടെ കോൺഫിഡൻസ് സൃഷ്ടിക്കപ്പെടുന്നു. അതാണ് പിന്നെ കരടി കാളക്കൂട്ടിന് വഴിമാറുന്നു എന്നൊക്കെ പറയുന്നത്. വലിയ ഉത്സാഹത്തോടു കൂടി പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് 29,000 കോടി 39,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്ന് കേൾക്കുമ്പോൾ ഷെയർ മാർക്കറ്റിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ തിരിച്ചുവരവായിട്ട്, കരടിയുടെ പിടിയിൽ നിന്നുള്ള ഒരു എടുത്തുചാട്ടമായിട്ട്, ഒരു തിരിച്ചുവരവായിട്ട് കണക്കാക്കും. അതോടുകൂടി പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് വരാൻ തുടങ്ങും. അങ്ങനെയാണ് അദാനിയിലെ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ആഗ്രഹം. അതായത് ഫിനാൻസ് മിനിസ്ട്രി, നീതി ആയോഗ്, ഇവരെയൊക്കെ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും അദാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും വഴികാട്ടിയും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെയായിരിക്കണം. അപ്പൊ അങ്ങനെയാണ് ഈ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും അദാനി ബിസിനസിന്റെ ആ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. കടക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ കേൾക്കുന്നതൊക്കെ, അതായത് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നതൊന്നും ശരിയല്ലെന്നും ഇവിടെ തെറ്റായ രീതിയിലുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ലെന്നും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ബോർഡ് കൂടി മാത്രമാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നും അവിടെ ഒന്നും ഈ പറയുന്ന വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നതുപോലെയുള്ള അപകടകരമായ യാതൊരു കാര്യവും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് LICയും നിൽക്കാൻ നോക്കുന്നു. LICയുടെ, അതായത് LIC പറയുന്നത് അദാനി എന്ന് പറയുന്നത് ഒരു വിഷണറി ഓൺട്രപ്രണർ ആണ്. അതായത് എല്ലാ മേഖലയിലും കൈവച്ച് വിജയം കൈവരിക്കണം എന്ന് വിചാരിക്കുന്ന, ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷണറിയാണ് അദാനി. അപ്പൊ അങ്ങനെയുള്ള അദാനിയുടെ ബിസിനസ്സിലേക്ക് LICയുടെ പണം ഇൻവെസ്റ്റ് ചെയ്താല് LICയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 30 കോടി ആൾക്കാരെ, സാധാരണ ജനങ്ങളെ ഒരു തരത്തിലും അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. അവരെ ഒരു തരത്തിലും അത് ബുദ്ധിമുട്ടിക്കില്ല. അവരുടെ വരുമാനത്തിന് ഒരു കോട്ടവും പറ്റില്ല. LICക്ക് ഒന്നും സംഭവിക്കില്ല. LICയും അതുപോലെ വച്ചടി വെച്ച് മുന്നോട്ട് പോകത്തേ ഉള്ളൂ എന്നാണ് LIC നൽകുന്ന ഭാഷ്യം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നൽകുന്ന ഭാഷ്യം, അതുപോലെ തന്നെ അദാനി നൽകുന്ന ഭാഷ്യവും. പക്ഷേ ഇതൊക്കെ ഓഹരി വിപണിയെ പറ്റി, ബിസിനസിനെ പറ്റി ഒക്കെ അറിയാവുന്നവർക്ക് അറിയാം, ഈ പറയപ്പെട്ടതൊക്കെ പാഴ്വാക്കുകളാണ്. വെറുതെ മുഖം മിനുക്കുന്നതിന് വേണ്ടി, അതായത് ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി എടുക്കുന്ന എന്താ പറയുക, പെയിന്റിംഗ് ആണ്. അതല്ലാതെ അതിന് ഉപരിയായിട്ടുള്ള വസ്തുനിഷ്ഠമോ സത്യസന്ധമോ ആയ കാര്യങ്ങളല്ല ഈ പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനെ ഈ തർക്ക വിതർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തില് ഹേമേന്ദ്ര ഹസാരി ഒരു ഇൻഡിപെൻഡന്റ് അനലിസ്റ്റ് ആണ്.
അദ്ദേഹം അതായത് സ്വതന്ത്രമായി കാര്യങ്ങൾ, അതായത് ഓഹരി വിപണി എന്താണ്, വ്യവസായ ശൃംഖല, വ്യവസായം എന്നൊക്കെ പറയുന്നത് എന്താണ്, വ്യവസായ ശൃംഖല ഡെട്രാപ്പിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിന്റെ അപകടം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഇൻഡിപെൻഡന്റ് അനലിസ്റ്റ് അദ്ദേഹം പറയുകയാണ്, അയ്യോ ഇത് തീർച്ചയായിട്ടും അബ്നോർമൽ ആണ്, ഇത് ഒരു തരത്തിലും പ്രായോഗികമല്ല, നോർമൽ അല്ല, അസാധാരണമായ ഒരു പ്രക്രിയയാണ് ഈ ചെയ്തത്. LICയില് 30 കോടി ഇന്ത്യക്കാർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന LICയിലെ പണമെടുത്ത് ഇത്ര വലിയ ഒരു തുക 39,000 കോടി ഒരു കടക്കണിയിലേക്ക് പോകുന്ന വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് അതിനെ ഉത്തേജിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ വ്യവസായം കടക്കണിയിലേക്ക് പോകാൻ ഇടവന്നു? അത് തീർച്ചയായിട്ടും അതിന്റെ തെറ്റായ നിലപാടുകളും എടുക്കുന്ന തീരുമാനങ്ങളും കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യവസായം ഇനിയും ഇതുപോലെയുള്ള ഗതികേടിലേക്ക് പോകില്ല എന്ന് ആര് കണ്ടു? അതുപോലെ തന്നെ ഈ 39,000 കോടി ഇങ്ങനെ ഇട്ടു, അതായത് ഇതിലേക്ക് ഇട്ടു, ഒരു ബിസിനസ്സിലേക്ക് ഇട്ടു. സപ്പോസ് ഇപ്പൊ നമുക്ക് ചൂരൽമല, മുണ്ടക്കൈ അവിടെ സംഭവിച്ചതുപോലെ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മഹാദുരന്തം ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ, LICയിലെ ഇൻവെസ്റ്റ് ചെയ്ത ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് LIC പെട്ടെന്ന് പണം കൊടുക്കേണ്ടി വരുന്നു എന്ന് വെച്ചോളൂ. അപ്പൊ എന്ത് ചെയ്യും LICക്ക്? അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. LICക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ പിന്നെ ആർക്ക് ചെയ്യാൻ പറ്റണം? LICയുടെ ഭാഗമായിട്ട് LIC ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപനമായതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ LIC കണ്ടെത്തേണ്ട പണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടെത്തി LIC വഴിയായിട്ട് ഈ പറയപ്പെട്ട ദുരന്തത്തിന്റെ ഇരകളായ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും. ദുരന്തത്തിനിരയായവർക്ക് LIC ആണ് കൊടുക്കേണ്ടത്. LICക്ക് കൊടുക്കാൻ പറ്റാതെ വന്നു. കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബെയിൽ ഔട്ട് ചെയ്യണം LICയെ. അതായത് LICയുടെ കടം ഏറ്റെടുത്ത് LICക്ക് വേണ്ടി ആ പണം മുഴുവനും അതിന്റെ ഇൻഷുറൻസിന് കൊടുക്കേണ്ടി വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇത് എവിടെ സംഭവിച്ചാലും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഹേമേന്ദ്ര ഹസാരി യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകും എന്ന് പറയുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകാം. LICക്ക് എപ്പോഴാ പ്രശ്നം ഉണ്ടാകുന്നത്? അതിജീവിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഇങ്ങനെയുള്ള പെട്ടെന്ന് LIC ക്ലെയിംസ് പെരുകുന്ന സമയത്താണ്. LIC ക്ലെയിംസ് എപ്പോഴാണ് പെരുകുന്നത്? തീർച്ചയായിട്ടും ഒരു ദുരന്തമുഖത്തായിരിക്കും. അങ്ങനെ ദുരന്തമുഖത്താണല്ലോ ഒരുപാട് പേര് പെട്ടെന്ന് മരിക്കുകയോ പെട്ടെന്ന് അവശരാവുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ LICയെ ബെയിൽ ഔട്ട് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടും അറിവോടും സമ്മതത്തോടും കൂടി സാധാരണക്കാരുടെ ഇൻഷുറൻസ് പണം എടുത്ത് അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്ന്, ഇന്ത്യയുടെ ഭരണകൂടവും കോർപ്പറേറ്റുകളും ചേർന്നുള്ള നെക്സസ് ആണ്. അതായത് ഇന്ത്യ ഭരണകൂടവും കോർപ്പറേറ്റുകളും ചേർന്ന് എങ്ങനെ കൈകോർത്തു പോകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തോമസ് പിക്കറ്റിയെ പറ്റി. തോമസ് പിക്കറ്റി ലോകം മുഴുവൻ ആദരിക്കുന്ന, അറിയപ്പെടുന്ന, സർവസമ്മതനായ, ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റ് ആയി തീർന്നത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പുറത്തു വന്നതിന് ശേഷമാണ്. ആ പുസ്തകമാണ് ക്യാപിറ്റലിസം ഇൻ ദ 21st സെഞ്ചുറി. ക്രോണി ക്യാപിറ്റലിസത്തെ പറ്റിയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഇതാണ് തോമസ് പിക്കറ്റിയുടെ ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ചുറി എന്ന ഗ്രന്ഥം. ഈ ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ചുറി എന്ന ഗ്രന്ഥം എന്താണ് പറയുന്നത്? അതായത് എല്ലാ ഭരണകൂടങ്ങളും ക്രോണി ക്യാപിറ്റലിസം, അതായത് ചങ്ങാത്ത മുതലാളിത്തം, ഭരണകൂടങ്ങളും മുതലാളിത്തവും തമ്മിലുള്ള കൂട്ടുകെട്ട്, അതിനെയാണ് ചങ്ങാത്ത ഭരണകൂടം, ചങ്ങാത്ത ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ചങ്ങാത്ത ക്യാപിറ്റലിസമാണ്. ഭരണകൂടങ്ങളും കോർപ്പറേറ്റുകളും തമ്മിൽ ചങ്ങാത്തം കൂടുക, ഭരണകൂടങ്ങളുടെ ഇംഗിതം അനുസരിച്ച് കോർപ്പറേറ്റുകൾ മുന്നോട്ട് പോവുക. കോർപ്പറേറ്റുകളുടെ സഹായത്തിനാണ് ഭരണകൂടങ്ങൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതിന് ഞാൻ ഒന്നാന്തരം ഒരു ഉദാഹരണം ഇന്ത്യയിൽ നിന്ന് തന്നെ പറഞ്ഞു തരാം. ഇവിടുത്തെ ക്രോണി ക്യാപിറ്റലിസം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് 30% നരേന്ദ്രമോദി ഭരണത്തിൽ വരുന്ന 2014. ഇപ്പോ 2023-24 ബജറ്റ് 25
26 ബജറ്റൊക്കെ ആകുമ്പോഴത്തേക്കും കോർപ്പറേറ്റ് ഇൻകം ടാക്സ് 20% കുറഞ്ഞിരിക്കുന്നു. 30% നിന്ന് ഘട്ടം ഘട്ടമായി കോർപ്പറേറ്റ് ഇൻകം ടാക്സ് 20% കുറഞ്ഞിരിക്കുന്നു. ഇതേ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ എത്രയാണ് എന്ന് വെബ്സൈറ്റ് വഴി എന്റെ സുഹൃത്തുക്കൾ ഒന്ന് കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾക്കറിയാം ആ ക്രോണി ക്യാപിറ്റലിസം അവിടെയും ഉണ്ട് ക്രോണി ക്യാപിറ്റലിസം. പക്ഷെ അതിനേക്കാളും എത്രയോ ക്രൂരഭാവത്തോടെയാണ് ഇന്ത്യയിൽ ഈ ക്രോണി ക്യാപിറ്റലിസം ഇപ്പൊ നടക്കുന്നതെന്ന്. അപ്പൊ ഇത് പറയുമ്പോ ഈ ചങ്ങാത്ത മുതലാളിത്തത്തോട് ഉള്ള ആ അഭിനിവേശം എത്ര കണ്ടു വലുതാണ് എന്ന് അറിയണമെങ്കിൽ വേറെ ഒരു കാര്യം കൂടി പറയണം. എന്താണത്? അതായത് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബജറ്റ് 2014-15 ബജറ്റ്, ആ ബജറ്റിൽ പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്. ആ ബജറ്റും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കിട്ടും, ഒന്ന് എടുത്തു നോക്കുക. ഘട്ടം ഘട്ടമായി സബ്സിഡികൾ ഇല്ലാതെയാക്കും. സബ്സിഡികളുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഓഫ് കോഴ്സ് സബ്സിഡി ആണെങ്കിൽ അതിന്റെ ഗുണഭോക്താവ് ധനികനും ദരിദ്രനുമായിരിക്കും. പക്ഷെ ആർക്കാണ് അതിന്റെ കൂടുതൽ പ്രയോജനം അതിന് ആവശ്യമുള്ളത്? ദരിദ്രർക്കാണ്. അതായത് പോപ്പുലേഷന്റെ താഴെ തട്ടിലുള്ളവർക്കാണ് ഈ സബ്സിഡിയുടെ, കാർഷിക മേഖലയിലുള്ള സബ്സിഡി. ഓർക്കണം, ഇന്ത്യയിലെ കർഷകരിൽ 55% പേർ ഇപ്പോഴും കൃഷിയിലാണ്. അത് 45% നരേന്ദ്രമോദിയുടെ ഭരണം ഈ 2014 ശേഷം 45% കർഷകരുടെ സംഖ്യ 55% വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഈ അടുത്ത നാളിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു, കർഷകർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്? സബ്സിഡികൾ ഘട്ടം ഘട്ടമായി കുറച്ചു എന്ന് വെച്ചാൽ ഫെർട്ടിലൈസർ സബ്സിഡി കുറയ്ക്കുന്നു, വാട്ടർ സബ്സിഡി കുറയ്ക്കുന്നു, ഇലക്ട്രിസിറ്റി സബ്സിഡി കുറയ്ക്കുന്നു. ഇതൊക്കെ പാവപ്പെട്ട കർഷകരെ വലിയ ദുരിതത്തിലാക്കും. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് ഈ സബ്സിഡികളൊക്കെ വെട്ടിക്കുറച്ച് പാവപ്പെട്ടവരെ കഷ്ടത്തിലാക്കുമ്പോൾ മറുഭാഗത്ത് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് വെട്ടിക്കുറച്ച് കോർപ്പറേറ്റുകളെ കൂടുതൽ ലാഭത്തിലേക്ക് വിടുന്നു. അതാണ് ഈ പറയപ്പെട്ട BJP ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഗവൺമെന്റുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ബുക്ക്, അതായത് ക്യാപിറ്റലിസം ഇൻ ദ 21st സെഞ്ചുറി എന്ന ഗ്രന്ഥത്തിൽ തോമസ് പിക്കറ്റി ഈ ക്രോണി ക്യാപിറ്റലിസം, ഈ ചങ്ങാത്ത മുതലാളിത്തത്തെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ അതിനോടൊക്കെ കിടപിടിക്കുന്ന മറ്റൊരു ബുക്കാണ് ഇത് ജെയിംസ് ഓട്ടീസന്റെ ബുക്കാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഈ ബുക്കിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ബുക്കിന്റെ ഹെഡ്ലൈൻസ് പേരെന്നൊന്ന് നോക്കൂ. 7 Deadly Economic Sins. 7 Deadly Economic Sins. ഏതൊക്കെയാണ് ഈ 7 Deadly Economic Sins? ഇതാ ഒന്നാമത്തെ പേജിൽ തന്നെ ആ 7 Deadly Economic Sinസും കിടക്കുകയാണ് ഈ പുസ്തകത്തില്. നോക്കൂ, ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം, പച്ചമഷിയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം എന്താണത്? പ്രൈഡ്, ഗ്രീഡ്, ലസ്റ്റ്, envy, gluttony, wrath and sloth. ഇതൊക്കെയാണ് അപ്പൊ ഈ 7 മാരകമായ എക്കണോമിക് സിൻസ്, അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റുകളെ കെട്ടിപ്പിടുത്തം, ഇതൊക്കെയും കൂടി ഭരണകൂടത്തിന്റെ ഭരിക്കുന്നവരെ ഏറ്റുകഴിഞ്ഞാൽ, അവരെ ബാധിച്ചു കഴിഞ്ഞാൽ, ബാധ പോലെ ബാധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സാധാരണക്കാരുടെ അവസ്ഥ? അത്തരം ഒരവസ്ഥയാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ പറയുന്നത് പോലെ ഈ അദാനിക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം ചരടുവലികൾ, LICയിൽ നിന്ന് പണം കൊടുക്കേണ്ടി വന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. വാഷിംഗ്ടൺ പോസ്റ്റിലെ ഈ റിപ്പോർട്ടിനെ പറ്റി, ഈ അദാനി ഗ്രൂപ്പിനെ പറ്റി, LICയുടെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയുമുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ പറ്റി അദാനി ഗ്രൂപ്പിന്റെ അഭിപ്രായം എന്താണ്? ഇത് ടാർണിഷ് ചെയ്യാൻ വേണ്ടി, അദാനി ഗ്രൂപ്പ് കമ്പനികളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണ്. അത് മാത്രവുമല്ല, ഇവിടുത്തെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടറിനെ തന്നെ ആക്ഷേപിക്കാനും അതിന്റെ വിശ്വാസ്യത തകർക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം കള്ളക്കഥകൾ എന്നാണ് ഇവർ പറയുന്നത്. അതായത് LIC തീരുമാനങ്ങൾ എടുത്തത്, LICയുടെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടി ഐകകണ്ഠേന തീരുമാനം എടുത്തതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനകത്തൊരു ഭാഗമേ അല്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, അദാനി കമ്പനികള്
AAA റേറ്റിംഗ് ഉള്ള കമ്പനിയാണ്. അത്തരം റേറ്റിംഗ് ഉള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് തനിയെ ഒഴുകിയെത്തിക്കൊള്ളും. അതിൽ എന്ത് അപകടമാണ് ഇരിക്കുന്നത് എന്നാണ് അദാനി വാഷിംഗ്ടൺ പോസ്റ്റിലെ ആർഗ്യുമെന്റിനെതിരായിട്ട് ഉയർത്തുന്ന ചോദ്യങ്ങൾ. അദാനി അത് മാത്രവുമല്ല, അദാനി പറയുന്നു ഇത് അദാനി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനെ മാത്രമല്ല തേജോവധം ചെയ്യുന്നത്, എന്താ പറയുക, ഇന്ത്യയുടെ പരമാധ്യക്ഷ പദം കൈക്കൊണ്ട് പ്രവർത്തിച്ചു പോരുന്ന ഇന്ത്യയുടെ വികസനത്തിലേക്ക്, അതായത് 2047 ആവുമ്പോഴത്തേക്കും ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റാനായിട്ട് കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയെ കൂടി തേജോവധം ചെയ്യത്തക്ക രീതിയിലാണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റിലെ കമന്റ്സ് എന്നാണ് അദാനി വിമർശനം എന്നാണ് അദാനി പറയുന്നത്. അതേസമയത്ത് കോൺഗ്രസിന്റെ വക്താവായ ജയറാം രമേശ് ചൂണ്ടിക്കാണിക്കുന്നത് 30 കോടി സാധാരണ ഇന്ത്യക്കാരെ ബലിയാടുകളാക്കിക്കൊണ്ടാണ് അദാനിക്ക് സഹായഹസ്തം നീട്ടിക്കൊടുത്ത് അദാനിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. അതുപോലെ മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരും ആവശ്യപ്പെടുന്നത് ഈ LICയുടെ അദാനി ഗ്രൂപ്പിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കൃത്യമായ രീതിയിൽ പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എൻക്വയറി നടത്തണം. എൻക്വയറി നടത്തി എന്താണ് എന്നത് വെളിച്ചത്ത് കൊണ്ടുവരണം. എന്നിട്ട് അവിടെ ശിക്ഷിക്കപ്പെടേണ്ടവർക്ക് ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം എന്നാണ്.